ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ മരണക്കിടക്കയിലും ഫാസിസം മാധ്യമ വിചാർ അൽബറഹ KMCC ആസ്ഥാനത്ത് വെച്ച് നടന്നു. സീനിയർ പാർലമെന്റേറിയനും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന അഹമ്മദിന്റെ മരണത്തെ മറച്ചുവെച്ച് അനാദരവുണ്ടാക്കി എന്നതിനെതിരെയുള്ളതായിരുന്നു KMCCയുടെ മാധ്യമ വിചാർ. മതേതര ഇന്ത്യയുടെ മുഖം വികൃതമാക്കി പോരുന്ന ഫാസിസത്തെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും കടമയാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു KMCCയുടെ മാധ്യമ വിചാർ. പരിപാടിയിൽ നേതാക്കളും മാധ്യമ പ്രവർത്തകരും ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് ഗഹനമായ ചർച്ചകളും ബോധവൽക്കരണവും നടത്തി. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഫാസിസത്തിനെതിരെ ഒന്നിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നതെന്ന് മാധ്യമ വിചാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇബ്രാഹിം എളയേറ്റിൽ അഭിപ്രായപ്പെട്ടു. മതേതര ഇന്ത്യയുടെ ജ്വലിക്കുന്ന മുഖമായിരുന്ന അഹമ്മദിനെ പോലുള്ളവരുടെ മരണത്തിൽ പോലും ഫാസിസത്തിന്റെ കടുകൻ കണ്ണുകൾ നീതി നിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഇന്ത്യൻ പൗരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട ഭയാനകരമായ അവസ്ഥയിലാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് ഇബ്രാഹിം ഉറിച്ചാണ്ടി വിലയിരുത്തി. 10ൽ കൂടുതൽ തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ എത്തിച്ച അഹമ്മദ് രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും രാജ്യസ്നേഹികളായ ഓരോ പൗരനും മറക്കാൻ സാധിക്കുന്നതല്ലെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഹംസ തൊട്ടി വിലയിരുത്തി. മരണക്കിടക്കയിലും ഫാസിസം മാധ്യമ വിചാറിൽ ഇസ്മായിൽ ഏറാമല മോഡറേറ്ററായിരുന്നു. വിവിധ മാധ്യമങ്ങളെ പ്രതിനിധീകരിച്ച് ജലീൽ പട്ടാമ്പി ചന്ദ്രിക, KM അബ്ബാസ് സിറാജ്, ഹനീഫ് കോളിയടുക്കം ബിഗ് 14 മിഡിലിസ്റ്റ് തുടങ്ങിയ പ്രമുഖർ ഫാസിസത്തിന്റെ അപകടകരമായ വളർച്ചയെക്കുറിച്ചും ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഗഹനമായ ചർച്ചകളാണ് നടന്നത്. പരിപാടിയിൽ അബ്ദുള്ള ആറങ്ങാടി സ്വാഗതം പറഞ്ഞു. MA മുഹമ്മദ് കുഞ്ഞി, ഹുസൈനാർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. മുനീർ ചർക്കള നന്ദി പ്രകാശനവും നടത്തി. ബിഗ് 14 മിഡിലിസ്റ്റ്, ദുബായ്.